ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലാ ലീഗില് ബാഴ്സലോണയുടെ തേരോട്ടത്തെ കുറിച്ചാണ്. ബാഴ്സലോണ റയൽ മഡ്രിഡിനെക്കാളും 9 പോയിന്റ് മുന്നിലെത്തിരിക്കുകയാണ്. 31 ലാ ലീഗ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ ഇനി വെറും വിരലിലെണ്ണാവുന്ന 7 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവസാന മത്സരത്തില് ജിറോണയായിട്ട് ബെർണബോല്, റയൽ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ ബെർണബോല് 1-1 സമനില നേടിയതോടു കൂടിയിട്ടാണ് റയൽ മഡ്രിഡ് 2 പോയിന്റ് ടോപ്പിയാണ്. അതോടുകൂടി 7 പോയിന്റ് ലീഡ് ഉണ്ടായിരുന്ന ബാഴ്സലോണയും റയൽ മഡ്രിഡ് ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പോൾ 9 ആയിരിക്കാണ്. ലീഗില് ഇന്നലത്തെ മത്സരത്തിൽ എസ്പാനിയോളിനെ ഡെർബി, നമ്മുടെ കാറ്റാലിയൻ ഡെർബിയില് 4-1 പരാജയപ്പെടുത്തിയത് കൂടിയിട്ട് അങ്ങനെ ബാഴ്സലോണ 9 പോയിന്റ് ലീഡ് നേടിയിരിക്കുകയാണ്. ഇനി 2-3 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് മെയ് 10 ഒരു എൽ ക്ലാസിക്കോ കൂടി നടക്കാനുണ്ട്. ആ എൽ ക്ലാസിക്കോയില് അതിനു മുമ്പ് തന്നെ ഉള്ള വിജയങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ട് എൽ ക്ലാസിക്കോയിൽ ആ വിജയം കൂടി ആയിട്ട് ബാഴ്സലോണ കപ്പ് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ബാഴ്സലോണ ആരാധകരുണ്ട്. അതേപോലെ അങ്ങനെ ആവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന റയൽ മഡ്രിഡിന്റെ ഒരുപാട് ആരാധകരുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടി വരും ബാഴ്സലോണയ്ക്ക്. അത് ക്യാമ്പ് നൗവില് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് റയൽ മഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നാണക്കേട് വരെ ഉണ്ടാവില്ല. ഈ സീസണിൽ പിന്നെ ചാമ്പ്യൻസ് ലീഗും കൂടിയേ ഉള്ളൂ. ലാ ലീഗും പോയി, കോപ്പ ഡെൽ പോയി, സൂപ്പർ എസ്പാനിയോളും എല്ലാം പോയിരിക്കുകയാണ്. ഇനി ആകുള്ളത് ചാമ്പ്യൻസ് ലീഗാണ്. ലാ ലീഗിൽ ഇനി എങ്ങനെ ശ്രമിച്ചാലും ഇനി 7 മത്സരങ്ങളാണ് ഉള്ളത്. അതിൽ 4 മത്സരങ്ങളെങ്കിലും ബാഴ്സലോണ ജയിക്കുകയാണെങ്കിൽ കപ്പ് തൂക്കുന്നുള്ള കാര്യത്തിൽ എന്താ ഗോൾ ഡിഫറൻസിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. 4 മത്സരം ഒരു സമനിലയും മതിയാവും അല്ലേ? എങ്ങനെയാ കാര്യങ്ങൾ, അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാല് ജിറോണയായിട്ട് 1-1 സമനിലയിലാണ് അവർ പിരിയുന്നത്. ബെർണബോല് വാൽവേർഡിയുടെ ഫസ്റ്റ് ഗോൾ ഒരു കിഡിലൻ ബാങ്കർ. ഈ ചങ്ങായിന് എന്തിനാ എടുത്ത് റയൽ മഡ്രിഡ് ബാങ്കറുകൾ കളിക്കുക മാത്രമാണ്, ബാങ്കറുകൾ മാത്രമാണ് ഈ ചങ്ങായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കുന്ന ഗോളുകളൊക്കെ എ ക്ലാസ് ഗോളുകൾ. ഈ ചിപ്പും തട്ടിയിടല്, ഹെഡ് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. അടിക്കുന്നതൊക്കെ പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് ബാങ്കറുകൾ. ആ ഗോളി പരമാവധി, ജിറോണയുടെ ഗോളി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കയ്യിൽ തട്ടിയിട്ട് തെറിച്ചിട്ട് ഉള്ളിൽ പോണ്. എമ്മാതിരി ഷോട്ടാണ് അത്. വാൽവേർഡിക്ക് മാത്രം റയൽ മഡ്രിഡിൽ സാധിക്കുള്ളൂ ഇങ്ങനെയുള്ള കിക്കുകൾ. അത് ഈ സീസണിൽ തന്നെ ഇപ്പൊ എത്ര എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കറുകളുടെ മേളമാണ് ആ ചങ്ങായി എന്ന് പറഞ്ഞാല്, ഒരു ക്യാപ്റ്റൻ. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ജിറോണയുടെ തിരിച്ച് ഗോൾ, അതും വേറെ ലെവൽ. ഹാമ്പറിന്റെ വേറെ ലെവൽ ഗോള്, ഒന്നും പറയാനില്ല. ഗോൾ കീപ്പർ ലിന്നെയൊക്കെ അങ്ങനെ കാഴ്ചക്കാരനാക്കി നിർത്തിയിട്ട് പോസ്റ്റില്ല. അതും റയൽ മഡ്രിഡിന്റെ ഡിഫൻസിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് പറയാം. എമ്മാതിരി ഷോട്ടാണ് അത് പോയത്. അതോടുകൂടി 1-1 ഒരുപാട് ട്രൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എംബാപ്പയെ കൈകൊണ്ട് കുത്തി, ചോര വന്നു, റഫറി യെല്ലോ കാർഡ് കൊടുത്തില്ല, പെനാൽറ്റി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ റയൽ മഡ്രിഡിന്റെ ആൾക്കാരൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇതെന്താന്ന് പറഞ്ഞാല് റഫറിമാർക്ക് ഒരു പരിധി വരെയൊക്കെ ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി ഉണ്ട്. പക്ഷെ ഈ വാർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, റയൽ മഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാൻസുകാർ ഇന്നലെ ഇരുന്ന് കാര്യമുണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ മത്സരത്തിൽ ബാഴ്സലോണയുടെ ഫാൻസുകാർ ഇരുന്ന് കാര്യമുണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ റഫറിമാർക്ക് ഒരൊറ്റ നോട്ടത്തില് അന്ന് ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആ ഒരു റെഡ് കാർഡ്, കുബാർസയുടെ റെഡ് കാർഡ് കാണുന്നത്, ഫസ്റ്റ് യെല്ലോ കാർഡ് കൊടുക്കുന്നു, വാർ ചെക്ക് ചെയ്യുന്നു, റെഡ് കാർഡ് കൊടുക്കുന്നു. ഓക്കെ, അത് ശരി, സംഭവിച്ചു. പക്ഷെ ഈ റഫറിമാർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, കാണാൻ പറ്റാത്ത കാര്യങ്ങളും ഈ വാറിലൂടെ കാണുന്നുണ്ട്. ആ വാറ് ചെക്ക് ചെയ്യണം, വാറിലൂടെ. അത് ഇപ്പൊ റയലിന് ഒരു പ്രശ്നം വന്നപ്പോൾ റയൽ ഫാൻസ് ഒക്കെ ഇങ്ങനെ വന്നു. അപ്പൊ ഓരോ ടീമുകൾക്ക് വരുന്നുണ്ട്, ബാഴ്സയ്ക്കും വരുന്നുണ്ട്, റയലിന് മാറി മാറി വരുന്നുണ്ട്. ഇതില്ല, ഇതൊക്കെ ഫുട്ബോൾ തുടങ്ങിയ മുതൽ ഇപ്പൊ ലാ ലീഗ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് നടന്നില്ലേ? കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സയ്ക്ക് 11ഓളം ഫൗളുകളാ കിട്ടിയത്. അതിലാകെ 2 യെല്ലോ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അറ്റാന്റിക് വേണ്ടിട്ട് ഫൗളുകളെ കണ്ടു കഴിഞ്ഞാൽ 1-2 പ്ലേയേഴ്സ് റെഡ് കാർഡ് കിട്ടി പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു റഫറിയുടെ തീരുമാനത്തിന്റെ അപ്പുറം ഈ വാർ എന്നുള്ള പരിപാടിയൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ഇനിയിപ്പോ ക്രിക്കറ്റിനെ പോലെ ഇത് കൊടുക്കേണ്ടി വരുമോ? നമ്മുടെ കോച്ചുമാർ ഇരുന്നിട്ട് അങ്ങനെ കൊടുത്ത് റിവ്യൂ ചെയ്ത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു സമയത്തിന്റെയും ആ ഒരു വിരസതയുടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും റയൽ മഡ്രിഡ് 1-1 സമനിലിച്ചതോടുകൂടി പിന്നോട് കൂടിയിട്ട് ലാ ലീഗ് ഏകദേശം ബാഴ്സലോണയ്ക്ക് ഇന്നാ പിടിച്ചോ ട്രോഫി എന്ന് പറഞ്ഞ് കൊടുത്ത പോലുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാല് എംബാപ്പ വരുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 5 ആർബലോറയുടെ കീഴിൽ 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലീഗിലൊക്കെ വിജയിച്ചു വരുന്ന സമയത്ത് റയൽ മഡ്രിഡ് തിരിച്ചു വരിക എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര, ബെല്ലിഹാമും എംബാപ്പയൊക്കെ എന്ന് സ്കോറിലെത്തിയോ അന്ന് മുതൽ പരാജയവും സമനിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 3 മത്സരങ്ങൾ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ആരാണ് ഈ ടീമിന്റെ പ്രശ്നം? സാവി ആയിരുന്നോ, അതോ ഇപ്പൊ ഉള്ള കോച്ചാണോ, അതോ എംബാപ്പയാണോ? റയൽ ഫാൻസുകാര് എന്നോട് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ തട്ടിക്കയറാനൊന്നും വരില്ല. ഞാനൊരു ഇത് പറഞ്ഞതാണ്.
ഇന്നലെ മത്സരം കണ്ടപ്പോൾ തന്നെ കുറെ ചാൻസുകൾ റയൽ മാഡ്രിഡ് ആ ഒരു ആംഗിളിൽ നിന്ന് അടിക്കാൻ പറ്റാത്ത ആംഗിളിൽ നിന്ന് എംബാപ്പെ കുറെ കിക്കുകൾ എടുക്കുന്നുണ്ട്. അത് കുറെണ്ണം ബോസിന്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കുറെണ്ണം ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്. ഗോൾ കീപ്പർ നേരെ വരുന്നു, അവരെന്തായാലും സേവ് ചെയ്യും. അപ്പോൾ അത് ഗാർസിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇബ്രാഹിം ഡിയാസും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളിയുടെ ഇതന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എംബാപ്പയിൽ നിന്ന് ഇപ്പൊ കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതേപോലെ വിനീഷ്യസിനൊക്കെ നല്ല കിട്ടില്ല ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു. ആ ഹെഡർ വിട്ടിരുന്നാൽ തന്നെ ബെല്ലിഹാം ബാക്കിൽ നിന്ന് ഹെഡ് ചെയ്തിട്ടുണ്ടാവുന്നതായിരുന്നു. അങ്ങനെ എന്താ പറയാ, എന്താണ് ഇപ്പൊ റയൽ മാഡ്രിഡിന്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ റയൽ മാഡ്രിഡ് ഫാൻസുകാർ നല്ല രീതിക്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്താന്ന് പറഞ്ഞാല് അത് ഇപ്പോ ലാലിഗ് കയ്യിൽ നിന്ന് പോയ പോലെയാണ്. 3 പോയിന്റ് ആയിരുന്നു ഡിഫറൻറ്റ്, 1 പോയിന്റ് ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. അതിനുശേഷം തലപ്പത്ത് വരെ എത്തിയിട്ടായിരുന്നു റയൽ മാഡ്രിഡ്. ഒരാഴ്ച സമയം കിട്ടില്ല, അവർ വീണ്ടും താഴെ ഇറങ്ങി. പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇപ്പോൾ 9 പോയിന്റ് ലീഡ്. അതിന് വെറും 7 മത്സരങ്ങൾ. അതിലൊരു എൽ ക്ലാസിക്കോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. എൽ ക്ലാസിക്കോ ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ കൂടെ റയലിനൊരു 3 പോയിന്റ് സ്വന്തമാക്കാൻ പറ്റും. അതും ക്യാമ്പ് നൗല എന്നുള്ള കാര്യം ആലോചിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെയും 2 കളി ബാഴ്സലോണ പരാജയപ്പെടണം. അതിനുവേണ്ടി റയൽ ഫാൻസ് കാത്തിരിക്കുകയാണെങ്കിൽ ആ കാത്തിരിപ്പ് വെറുതെ ആവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഈ സീസണിൽ ഏകദേശം അവർ ഇന്നലെ നടന്ന മത്സരം കണ്ടോ, 4-1 എസ്പാനോളിനെ കാറ്റലൻ ഡെർബിയിൽ പരാജയപ്പെട്ട് 2 ഗോളിന് ആദ്യ പകുതിയിൽ ഇങ്ങനെ 2 ഗോളിന് ഇങ്ങനെ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ എസ്പാനോളിന്റെ പ്രസിംഗ് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ഒരു ഗോൾ അടിക്കുന്ന എസ്പാനോൾ. പിന്നെ 86-ാം മിനിറ്റിൽ യമാലിന്റെ ഒരു കിടിലൻ ഗോൾ അടിക്കുന്ന മുമ്പൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട്, അതും ലാലിഗ് പോലൊരു ടൂർണമെന്റിലൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചങ്ങായുടെ ഒരു കിടിലൻ അസിസ്റ്റും 2 അസിസ്റ്റും 1 ഗോളും മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സന്തോഷകര കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ ഇതിൽ പറഞ്ഞാൽ ആ ഒരു ഫെറാൻ ടോറസിന്റെ 2 ഗോളുകൾ. ആള് എത്രയോ മാസങ്ങളായി ഗോളുകൾ അടിച്ചിട്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു ഫോമിലേക്ക് ഒരു കിടിലൻ ഹെഡറും ആ 2ാമത്തെ ഗോള് ഫെറാൻഡ് ആ ചിപ്പ് ഗോള്, ആ അസിസ്റ്റ് കൊടുത്ത യമാലും ആ ഒരു ഗോളിന്റെ ആ ഫൈനൽ ടച്ച്, ആ ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ആ ബോൾ ഇങ്ങനെ കറങ്ങി പോവാണ് ബോക്സിനുള്ളിലേക്ക്. അതിമനോഹരമായ ഗോൾ തന്നെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ എസ്പാനോള് സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും സമനില ഗോൾ വരും എന്ന് പറഞ്ഞിട്ട് കോർണർ കിക്കുകളും അതേപോലെ ഫ്രീ കിക്കുകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞു പോകുമായിരുന്നു. അപ്പോഴാണ് 86-ാം മിനിറ്റിൽ ഒരു കിടിലൻ അസിസ്റ്റ് കൂടെ കിട്ടി ആ ബോൾ ഇങ്ങനെ കൊണ്ടുപോവാണ്. അത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പിടി മുന്നിൽ ഗോൾ കീപ്പർ എത്തി ആ ബോൾ ഇന്റർസെപ്ഷൻ വരികയായിരുന്നു. 2 പേരും കൂടിയിട്ട് ആ ബോൾ ടച്ച് ചെയ്ത് യമാലിന്റെ കാലിൽ ടച്ച് ചെയ്ത് ഫ്രണ്ടിലേക്ക് കിട്ടുന്നു. പെനാൽറ്റി ബോക്സിനുള്ളിൽ യമാനും ബോളും മാത്രം. ഗോൾ കീപ്പർ വെളിയിൽ, പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ കിടക്കുന്നു. പ്ലെയേഴ്സ് ഡിഫൻഡേഴ്സ് വെളിയിലാണ്. ബോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെലിബ്രേറ്റ് ഇങ്ങനെ കൈകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഗോൾ അടിക്കുന്നത്. എമ്മാതിരി ഒരു ചങ്ങായോട്. ഈ 18-ാമത്തെ വയസ്സിൽ 100 മത്സരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ ഗോളുകളും അസിസ്റ്റുകളും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മെസ്സിയുടെ കളിയെ അനുസ്മരിപ്പിക്കുന്ന കളിയാണ് ഈ ചങ്ങായി ഈ വയസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. മെസ്സിക്ക് അവിടെ മെസ്സി ഇങ്ങനെ ട്രിപ്പിൾ ചെയ്തിട്ടൊക്കെ പോയിട്ട് ആ അവസാനത്തെ ഒരു ടച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്മർക്കും സുവാരസിനും. അങ്ങനെ 2 ചങ്ങായിമാര് ബാഴ്സലുണ്ടെങ്കിൽ യമാലിന്റെ പോക്കറ്റിൽ ഒരുപാട് അസിസ്റ്റുകൾ ഇപ്പൊ തന്നെ കയറിയിട്ടുണ്ടാവും. അത്രയും അടിപൊളി സാധനങ്ങളാണ് ഈ ചങ്ങായി പുൾ ഓഫ് ചെയ്യുന്നത്. ആ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് ഒരു റൈറ്റിലേക്ക് ഒരു കിക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ്. അതിൻ്റെ ഇടയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിസസ് സെവില്ല മത്സരം ഉണ്ടായി. സെവില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ടു 2-1. അതോ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു പ്ലെയേഴ്സും ഇല്ല. ഒരു പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്ലെയേഴ്സ് ആരെയും ഇറക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. സിമിയോണിക്ക് അപ്പോൾ ലാ ലീഗ് അല്ല, ഞാൻ പറഞ്ഞതിന്റെ മുമ്പുള്ള വീട്ടിൽ തന്നെ സിമിയോണി ലാ ലീഗ് കണ്ടിട്ടല്ല. ലാ ലീഗിൽ ഇനിയിപ്പോ എങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചാലും ബാഴ്സലോണ റയൽ മാഡ്രിഡ് അല്ലാതെ ആ കപ്പ് റയൽ മാഡ്രിഡിന് പിന്നെ ഒരു ചാൻസ് ഉണ്ട്, ചെറിയ ചാൻസ്. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇനിയിപ്പോ തലകുത്തി മറിഞ്ഞാലും മാജിക് വല്ലതും സംഭവിച്ചാൽ കൂടെ നടക്കൂല. അത് സിമിയോണിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സിമിയോണിയുടെ പ്രയോറിറ്റി ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലെഗിൽ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സിമിയോണിയുടെ കാര്യം ഞാൻ അന്നേ പറഞ്ഞത്, സിമിയോണിക്ക് ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ്. ഈ സീസണോട് കൂടിയിട്ട് സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുകയാണ്. അപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന അവരുടെ സ്വപ്നമായിട്ടുള്ള ഒരു കിരീടം ഇനി 2 മത്സരങ്ങൾ കഴിഞ്ഞാൽ മതി. സെമി ഫൈനല്, ഫൈനല് 3 മത്സരങ്ങൾ, അതിനിടയിൽ സെക്കൻഡ് ലെഗും, അങ്ങനെ 4 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് കപ്പടിക്കാം. പക്ഷെ എത്രമാത്രം എനിക്ക് തോന്നുന്നില്ല. ബായൺ മ്യൂണിക്കിനെയും PSG-നെയും അതേപോലെ തന്നെ അവിടുന്ന് റയൽ മാഡ്രിഡ് വരികയാണെങ്കിൽ റയൽ മാഡ്രിഡിനെയും അതേപോലെ തന്നെ ആഴ്സണലിനെയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഇവർ എത്രമാത്രം മുന്നോട്ട് പോകുന്നുള്ള കാര്യം. അതിന് ആദ്യം സെക്കൻഡ് ലെഗിൽ ബാഴ്സലോണ ആയിട്ടുള്ള മത്സരം വിജയിക്കേണ്ട കാര്യമുണ്ട്. അതെന്തായാലും ബാഴ്സലോണ അത്ര എളുപ്പമൊന്നാക്കി കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രാങ്കി ഡിയോൺ തിരിച്ചെത്തിയിരിക്കുകയാണ്, അതേപോലെ തന്നെ റഫീനിയ തിരിച്ചുണ്ടാവുന്നുള്ള റൂമേഴ്സുകളൊക്കെ വരുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതിന് ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള ഏത് സൈറ്റുകളോ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ പേജുകളിലൊന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം അത് സത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് തന്നെയാണ്. എന്തായാലും വരാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും ഈ ഒരു ടീം വെച്ചിട്ട് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ലൊരു ഇത് കൊടുക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഇന്റർ മിലാനും അല്ലെങ്കിൽ ബെൻഫിക്കായിട്ടുള്ള കളി ഉണ്ടല്ലോ, ആ ഒരു കളി അനുസ്മരിക്കുന്ന കളിയായിരിക്കും. ഗോളുകൾ എന്തായാലും അടിക്കും, രണ്ട് ടീമുകളും അടിക്കും. അപ്പോൾ ആർക്കായിരിക്കും അവസാനത്തെ ആ ലീഡ് നേടാൻ പറ്റുന്ന അവരായിരിക്കും അടുത്ത റൗണ്ടിൽ സെമി ഫൈനലിലേക്ക് കയറാൻ പോവാം. അത് മിക്കവാറും ആഴ്സണലായിരിക്കും. ഇനി ആഴ്സണലെങ്ങാനും അട്ടിമറിച്ച് സ്പോർട്ടിംഗ് സിറ്റി വരികയാണെങ്കിൽ അത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ലാലീഗിലേക്ക് വരികയാണെങ്കിൽ ലാലീഗിൽ ഇപ്പോൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 31 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 79 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ബാഴ്സലോണ. രണ്ടാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡ് 70 പോയിന്റാണ് 31 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. ഇനി മെയ് 10 നടക്കാൻ പോകുന്ന എൽ ക്ലാസിക്കോണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലിപ്പോ റയൽ മാഡ്രിഡ് ജയിക്കാൻ പറ്റിയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. 3 പോയിന്റ് നഷ്ടമാവുള്ളൂ ബാഴ്സലോണയ്ക്ക്. പിന്നെയും 6 പോയിന്റ് ലീഡ് ഉണ്ട്. പിന്നെ 2 മത്സരങ്ങൾ പരാജയപ്പെടണം. അതേപോലെ റയൽ മറ്റുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കും വേണം. റയലിന്റെ ഇപ്പോൾ അവസാനം നടന്ന മത്സരങ്ങൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവസാനത്തെ 3 മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കിയല്ലേ. അതേപോലെ തന്നെ ജിറോണയാണ് റയൽ മാഡ്രിഡിന്റെ 4 പോയിന്റ് കളഞ്ഞിരിക്കുന്നത്. ഹെബയിലും 2 പോയിന്റ് കളഞ്ഞു, ഹോമിലും 2 പോയിന്റ് കളഞ്ഞു. ഭരണ പോലൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരാജയം, ഇങ്ങനെ ഒരു സമനിലയൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ അവസ്ഥയെ തന്നെയാണ് ഇപ്പോൾ അവസാനമായിക്കൊണ്ടിരിക്കുമ്പോൾ അവസ്ഥയെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പൊ എത്രമാത്രം ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും റയൽ മാഡ്രിഡിന് ഈ ഒരു ലാ ലീഗിൽ എന്നുള്ള അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാകുന്ന ബാഴ്സലോണ ഈ സീസണിൽ ലാ ലീഗ് തൂക്കം എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാ ലീഗ് ഇനി റയൽ മാഡ്രിഡ് ഇനി അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നാണ്. ഇനി പറ്റുകയാണെങ്കിൽ ആ ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത റൗണ്ടിൽ കയറാൻ നോക്കാം. അതേ ഉള്ളൂ ഒരു വഴി. യമാലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ചങ്ങയാണ് കേട്ടോ കാണിച്ചു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കാണ് ആള്. കഴിഞ്ഞ ആ ഒരു എന്താ പറയാ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരത്തിൽ കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. എന്നിട്ട് ആ അവസാന നിരാശയിലുള്ള ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആളൊരു ആൺകുട്ടിയായിട്ട് തന്നെയാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് വിട്ടതെന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ആളുടെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ 14 ഗോളുകളാണ് ഈ സീസണിൽ ലാലീഗിൽ അടിച്ചിട്ടുള്ളത്, 11 അസിസ്റ്റും. അതേപോലെ തന്നെ ലാലീഗിൽ 100 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ്, 29 ഗോളുകളും 34 അസിസ്റ്റുമാണ് ഈ 18ാമത്തെ വയസ്സിൽ ആൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ 2 അസിസ്റ്റും 1 ഗോളും മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടാണ് ചങ്ങായി പോയിരിക്കുന്നത്. ഇന്നത്തെ കളിയുടെ ഒരു സ്റ്റാറ്റസ്, ആളുടെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു ചങ്ങായിയാണ്. 73 ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 12ൽ 8 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്, ഡ്യുവൽ വിന്ന് 18ൽ 10, അതേപോലെ തന്നെ 2 ബിഗ് ചാൻസ് ക്രിയേറ്റഡ്, 2 അസിസ്റ്റ് ആൻഡ് 1 ഗോൾ ആൻഡ് 1 മാൻ ഓഫ് ദി മാച്ച്. വേറെന്താ വേണ്ടത്? അപ്പോൾ അടുത്ത ആ ഒരു മെട്രോപൊളിറ്റാനിൽ പോയിട്ട് എന്തായാലും ഒരു നല്ല മത്സരം കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ലാ ലീഗിൽ ബാഴ്സലോണയുടെ തേരോട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് നടത്തുന്ന മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 14-ാം തീയതിയാണ് മത്സരം നടക്കാൻ പോകുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.